പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് വീണ്ടും ഞാൻ അക്കാഡമിക് മാസ്റ്റർ പ്ലാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇംഗ്ലീഷിൽ അക്കാഡമിക് മാസ്റ്റർ പ്ലാനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. കുറച്ചുകൂടി വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തേണ്ടതുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് മലയാളത്തിൽ ഇത്തവണ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. നോക്കൂ, അക്കാഡമിക് മാസ്റ്റർ പ്ലാനെ കുറിച്ച് അവ്യക്തമായ ധാരണകളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. പല അധ്യാപകരും തയ്യാറാക്കി അയക്കുന്ന പ്ലാനുകൾ കാണുമ്പോൾ അങ്ങനെ ഒരു സംശയമുള്ളത് കൊണ്ടാണ് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് കരുതുന്നത്. അക്കാഡമിക് മാസ്റ്റർ പ്ലാന് രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്ന് ഒരു സ്കൂൾ തല അക്കാഡമിക് മാസ്റ്റർ പ്ലാനും, മറ്റൊന്ന് ക്ലാസ് തല അക്കാഡമിക് മാസ്റ്റർ പ്ലാനും. നമ്മൾ അതിനെ രണ്ടിനെയും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. ക്ലാസ് തല അക്കാഡമിക് പ്ലാനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നോക്കൂ, ക്ലാസ്സിൽ വിവിധ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഓരോ വിഷയത്തിനും ഒരു അക്കാദമിക് പ്ലാൻ ആവശ്യമായി വരും. അതെങ്ങനെയാണ് രൂപീകരിക്കുക എന്നതാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ പ്രൈമറി ക്ലാസ്സിൽ തന്നെ എടുത്താൽ, ഇപ്പോൾ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെ ആയാൽ തന്നെ വിവിധ വിഷയങ്ങളുണ്ട്. ഓരോ വിഷയത്തിലും എങ്ങനെയാണ് ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു റെഗുലർ ക്ലാസ് റൂം ട്രാൻസാക്ഷണൽ പ്ലാൻ ആണോ, അതോ ഒരു റെമഡിയേഷണൽ പ്ലാൻ ആണോ, അതോ ഇത് രണ്ടും കൂടി ചേർന്നതാണോ എന്ന ഒരു ആശങ്ക അധ്യാപകരുടെ നിലവിലുണ്ട്. എന്താണ് നമ്മൾ അതിനോട് എടുക്കുന്ന സമീപനം? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാര്യം, ഒരു റെഗുലർ ക്ലാസ് റൂം അക്കാഡമിക് പ്രോസസ്സിന് നമ്മുടെ കയ്യിലൊരു സ്കീം ഓഫ് വർക്ക് ഉണ്ട്. അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അക്കാദമികമായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ലഭ്യമാക്കിയ ഹാൻഡ് ബുക്കിൽ നിർവചിച്ചിട്ടുണ്ട്. അതാണ് ആ റെഗുലർ ക്ലാസ് റൂം പ്രോസസ്സിൻ്റെ ലക്ഷ്യങ്ങൾ. ഇതിലധികമായി നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് പ്ലാനിങ് വേണ്ടി വരുന്ന സന്ദർഭം എന്താണ്? ആ സന്ദർഭം എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ് മുറിയിൽ ഹെട്രോജിനസായ ഭിന്ന തല നിലവാരത്തിലുള്ള നിരവധി കുട്ടികളുണ്ട് എന്നതാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ എല്ലാ കുട്ടികളെയും കരിക്കുലം പ്രതീക്ഷിക്കുന്ന അക്കാദമിക നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു അധ്യാപകൻ എന്നുള്ളതിൽ നമ്മുടെ കർമ്മം, നമ്മുടെ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വത്തിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ആ തടസ്സങ്ങളെ കണ്ടെത്തി പരിഹരിക്കുക എന്നതാവണം നാം വിഷയാധിഷ്ഠിത അക്കാദമിക പ്ലാനിലും ക്ലാസ് അധിഷ്ഠിത അക്കാദമിക പ്ലാനിലും നൽകുന്ന ഊന്നൽ. അങ്ങനെയാണെങ്കിൽ ഈ പ്രക്രിയയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടി വരിക എന്നതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് ആദ്യം ചെയ്യേണ്ടി വരിക? നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ അറിയുക. എൻ്റെ കുട്ടികളെ അറിയുക എന്നതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ഉത്തരവാദിത്തം. ആ കുട്ടികളുടെ നിലവാരത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുടെ മേലാണ് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കുട്ടികളുടെ തന്നില പരിശോധിക്കലാണ്. നമുക്കതിനെ ബേസ് ലൈൻ എന്ന് വിളിക്കാം. ഒരു ബേസ് ലൈൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ബേസ് ലൈൻ ചെയ്യുന്നതിന് നമുക്കൊരു ടൂൾ ആവശ്യമാണ്. ആ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുട്ടികൾ ഏതൊക്കെ നിലവാരത്തിലാണ് എന്ന് പരിശോധിക്കും. ആ പരിശോധിക്കുന്നതിന് നമുക്ക് ചില ഇൻഡിക്കേറ്റേഴ്സ് വേണ്ടി വരും. ഒരു പട്ടികപ്പെടുത്തി, ഉദാഹരണത്തിന് ഞാനിപ്പോൾ 2ാം ക്ലാസ്സിൻ്റെ ഒരു പട്ടിക നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ കുട്ടിയുടെ ലിസണിങ് കോംപ്രിഹെൻഷൻ എങ്ങനെയാണ്, ആ കുട്ടിയുടെ സ്പീക്കിംഗ് കോമ്പിറ്റൻസ് എങ്ങനെയാണ്, ആ കുട്ടിയുടെ വായിക്കുവാനുള്ള ശേഷി എത്രത്തോളമാണ്, ആ കുട്ടിയുടെ എഴുതി ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ശേഷി എത്രത്തോളമാണ് എന്ന് പരിശോധിക്കുന്നത്. അതിലെ വിവിധ തലങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യണം. അതിലേത് തലത്തിലാണ് കുട്ടിയെന്ന് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പട്ടിക രൂപപ്പെടുത്തി നമ്മൾ തയ്യാറാക്കിയ ബേസ് ലൈൻ ടൂൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ അതിലേക്ക് പകർത്തുന്നതാണ് ഏറ്റവും അപ്പോഴും നമുക്കൊരു ഡാറ്റ കിട്ടും. ആ ഡാറ്റയെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ അക്കാദമികമായ അവസ്ഥ എന്താണെന്ന് കൃത്യമായ ഒരു അവസ്ഥാ വിശകലനം സാധ്യമാകും. അപ്പോൾ ബേസ് ലൈൻ തയ്യാറാക്കുക. ആ ബേസ് ലൈൻ അനുസരിച്ചിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് കിട്ടും. ആ ഡാറ്റ അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക എന്നതാണ് അടുത്ത് നമ്മൾ ചെയ്യുക. എത്ര കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ മനസ്സിലാകാതെയുള്ളത്? എത്ര കുട്ടികൾക്കാണ് ഭംഗിയായി അവരുടെ ആശയം പറഞ്ഞ് പ്രകടിപ്പിക്കാൻ കഴിയുള്ളത്? എത്ര പേർക്കാണ് അത് മലയാളത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയിലുള്ളവർ? എത്ര പേരാണ് അർത്ഥ വ്യക്തതയോടുകൂടി വായിക്കുന്നവർ? എത്ര പേർക്കാണ് അതിന് കഴിയാത്തവർ? എത്ര പേർക്കാണ് വാക്കുകൾ മാത്രം വായിക്കാൻ കഴിയുന്നവർ? ഇങ്ങനെ കൃത്യമായി കുട്ടികളെ മാർക്ക് ചെയ്താൽ, അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ നീഡ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിവരം എന്താണ്? എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത ഇത്ര കുട്ടികളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷിൽ പൂർണ്ണമായ വാചകങ്ങളിലോ അല്ലെങ്കിൽ
ഫ്രൈസസിലോ, അതായത് ബ്രോക്കൺ എക്സ്പ്രഷൻസിലൂടെയോ ഇംഗ്ലീഷിൽ പറയാൻ കഴിയാത്ത ഇത്ര പേരുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഒഴുക്കോടുകൂടി വായിക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട്, വാക്കുകൾ മാത്രം വായിക്കാൻ കഴിയുന്നവർ ഇത്ര പേരുണ്ട്, തീരെ വായിക്കാൻ കഴിയാത്തവർ എത്ര പേരുണ്ട്. ഇങ്ങനെ ഒരു കണക്ക് നമുക്ക് കിട്ടും. എഴുത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതുപോലൊരു കണക്കെടുക്കാൻ പറ്റും. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ, നമ്മുടെ അക്കാദമികമായ പ്രക്രിയയുടെ മുൻഗണനാക്രമം തീരുമാനിക്കുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ഇതെല്ലാ വിഷയത്തിനും ബാധകമാണ്. ഗണിതത്തിലാകുമ്പോഴത് ഒരുപക്ഷെ അടിസ്ഥാനപരമായ സംഖ്യാബോധം, ചതുഷ്ക്രിയകൾ എന്നുള്ള കാര്യങ്ങളിലായിരിക്കും. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് അടയാളപ്പെടുത്തുന്നതായിരിക്കും. അതിന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലുള്ള ഒരു പട്ടിക നിങ്ങളെ സഹായിക്കും. ആ പട്ടികയിൽ ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അവസാനം നമുക്ക് എത്ര കുട്ടികളാണ് ഇതിനകത്ത് ഓരോ മേഖലയിലുമുള്ള നിലവാരത്തിലുള്ളവർ എന്ന് കിട്ടും. ആ ദത്തത്തെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ് മുറിയുടെ പ്രയോറിറ്റി തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, എൻ്റെ ക്ലാസ്സിൽ വായിക്കാൻ അറിയാത്ത 10 കുട്ടികളുണ്ട്, എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത 5 കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഇതാണ് പ്രയോറിറ്റി. അപ്പോൾ ആദ്യം ഇവരെ അഡ്രസ്സ് ചെയ്യണം. പിന്നെയാണ് നമ്മൾ റീഡിങ് കോംപ്രഹെൻഷനിലേക്ക് അല്ലെങ്കിൽ എഴുത്തിലേക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് പൊതുവായി തന്നെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ പ്ലാൻ എന്താണ്, ഇതിന് ഞാൻ എന്താണ് ചെയ്യുക എന്ന് തീരുമാനിക്കലാണ് അടുത്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ആക്ഷൻ പ്ലാൻ നമ്മുടെ മനസ്സിൽ വരും. ഇതിനെന്താ ചെയ്യാൻ പറ്റുക? ചില കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റെഗുലർ ക്ലാസ് റൂം പ്രോസസ്സിൻ്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൻ്റെ മൊഡ്യൂൾ TM തീരുമാനിക്കുമ്പോൾ ഏതേത് ഘട്ടങ്ങളിലാണ് ഞാൻ ഇന്ന ആളുകളെ പരിഗണിക്കുക, അവരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ് മുറിയുടെ പ്രവർത്തനങ്ങൾക്കകത്ത് തന്നെ പിന്നോക്കക്കാരായ കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിശാസ്ത്രത്തെ ഉൾച്ചേർക്കാൻ പറ്റും, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യലാണ് ഒരു മാർഗം. അത് നിങ്ങൾക്ക് അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൻ്റെ കൂട്ടത്തിൽ ആക്ഷൻ പ്ലാൻ എഴുതുമ്പോൾ നമ്മളൊരു ആക്ഷൻ പ്ലാൻ, ഒരു പട്ടിക ഉണ്ടാക്കുന്നതിലാണ് ഓരോ മാസവും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഒരു മാസത്തിൽ 4 ആഴ്ച, ചില മാസങ്ങളിൽ 5 ആഴ്ച ഉണ്ടാവും. ഈ ഓരോ ആഴ്ചയും എന്താണ് ഞാനിത് ചെയ്യുന്നത്, ഇതിൽ റെഗുലർ ക്ലാസ് റൂം പ്രോസസ്സിൻ്റെ ഭാഗമായി ഞാൻ ചെയ്യുന്ന പണി എന്താണ്, സ്പെസിഫിക് ആയി ചെയ്യുന്നത് എന്താണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രത്യേക ഇടപെടൽ വേണ്ടി വരും. ആ പ്രത്യേക ഇടപെടലിൻ്റെ രീതിശാസ്ത്രം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. ചിലപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിയർ ലേണിങ്ങിൻ്റെ സാധ്യതയുണ്ട്. രക്ഷിതാക്കളെ എങ്ങനെയാണ് ഇത് ഇടപെടുത്തുക? രക്ഷിതാക്കളെ, നിങ്ങളുടെ ക്ലാസ്സിലെ പിന്നോക്കക്കാരായ കുട്ടികളെ സഹായിക്കാൻ നിങ്ങളുടെ അവരുടെ രക്ഷിതാക്കൾക്ക് പറ്റുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവരുടെ സഹകരണം, അവരുടെ സപ്പോർട്ട് ഈ കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വായനയുടെ കാര്യം എടുക്കാം. നമ്മൾ ഈ രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിനകത്തൊരു കഥയിട്ട് കൊടുക്കുക, അവരോട് പറയാം, നിങ്ങൾ ഈ കഥ ഒന്ന് വായിച്ചു കൊടുക്കണേ കുട്ടിക്ക്. 1. 2, കുട്ടിയോടൊപ്പം ഇരുന്ന് അവനെ ഇത് വായിക്കാൻ സഹായിക്കണേ. 3, നിങ്ങളതിൻ്റെ ആദ്യ 2 പേജുകൾ വായിച്ചിട്ട് ബാക്കി വായിക്കാൻ അവനോട് ആവശ്യപ്പെടുകയും ആ കഥ എന്താണെന്ന് അവനോട് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. ഇതൊക്കെ രക്ഷിതാക്കൾക്ക് അതായത് വീട്ടിൽ കുട്ടിയോടൊപ്പം ഇരുന്ന് ചെയ്തു കൊടുക്കാവുന്ന സഹായ പ്രവർത്തനങ്ങളാണ്. ഇത്തരം സാധ്യതകൾ. അപ്പോൾ ഒരു ലൈബ്രറി ബുക്കിൻ്റെ, ഒരു എക്സ്ട്രാ റീഡിംഗ് മെറ്റീരിയലിൻ്റെ PDF അയച്ചു കൊടുക്കുന്ന പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസം തന്നെ 2-3 ദിവസത്തെ സാവകാശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. അങ്ങനെ രക്ഷിതാക്കളുടെ കൂടി സഹകരണത്തെ, പിന്തുണയെ ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന്, പിയർ ലേണിങ്ങിൻ്റെ സാധ്യത. അവിടെ തന്നെയുള്ള മിടുക്കരായ കുട്ടികളുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക? മൂന്നാമതൊരു കാര്യം, ഈ കുട്ടികളെ അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം ഈ വായനാ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ക്ലാസ്സിലെ റെഗുലർ പ്രോഗ്രാമിന് പുറത്തുള്ള പ്രവർത്തനങ്ങളിൽ ഇവരുടെ സാന്നിധ്യം ഉറപ്പാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വാർത്താവതരണമാണ് ഒരു ദിവസം നിങ്ങൾ ക്ലാസ്സിൽ നടത്തുന്നതെന്നിരിക്കട്ടെ. ആ വാർത്തകൾ വായിക്കുന്നതിനുള്ള ചുമതല ഈ കുട്ടിക്ക് മുൻകൂട്ടി കൊടുക്കുക. അപ്പോൾ ആ വാർത്ത വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസികമായൊരു തയ്യാറെടുപ്പും മറ്റുള്ളവരുടെ സഹായം തേടലും ഒക്കെ ആ കുട്ടി നടത്തും. അവതരണം എന്ന് പറയുന്നത് അവൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റായി മാറുകയും അതിലേക്ക് അവനെ നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു വഴി. ഇപ്പം ഇങ്ങനത്തിൽ വ്യത്യസ്തങ്ങളായി ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? അപ്പോൾ വാർത്താവതരണം, അതിൽ ഇവരെ ഉൾപ്പെടുത്തുന്നു. ഒരു പ്രത്യേക പതിപ്പ് തയ്യാറാക്കുന്നു. ആ പതിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ ചില ക്രൂഷ്യലായിട്ടുള്ള ചുമതലകൾ ഇത്തരം കുട്ടികൾക്ക് കൊടുക്കുന്നു. മറ്റൊന്ന്, ഗ്രൂപ്പ് അവതരണങ്ങൾ നടക്കുമ്പോൾ ഇവർക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഇവരെ കൂടുതൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളെ വിഷൻ ചെയ്യുകയും
അത് നമ്മുടെ ആക്ഷൻ പ്ലാനിലേക്ക് ഉൾച്ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വഴി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാനെല്ലാം നമ്മൾ മുൻകൂട്ടി ഡിസൈൻ ചെയ്യണം. ആ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനിങ്, ആ സ്റ്റോറി ബോർഡാണ്, ആ ഡിസൈനെയാണ് നമ്മൾ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 പേർ ആണ് വായിക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ ഇവരെ വായനക്കാരാക്കുന്നതിന് ഞാൻ ഒരു ടൈം ഫ്രെയിം നമുക്ക് ഫിക്സ് ചെയ്യാം. ബൈ സെപ്റ്റംബർ ഞാൻ ഇവരെ എല്ലാവരെയും വായനക്കാരാക്കും എന്നതാണ് നിങ്ങളുടെ ടാർഗറ്റ്. അത്തരം ഒരു ലക്ഷ്യപ്രസ്താവന നമുക്ക് നടത്താം. സെപ്റ്റംബറോടുകൂടി എൻ്റെ ക്ലാസ്സിലെ വായിക്കാൻ പ്രയാസമുള്ള എല്ലാവരെയും വായനക്കാരാക്കും. ഓഗസ്റ്റോടുകൂടി കേട്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കുട്ടികളെ ഞാൻ അതിനുവേണ്ടി ശേഷിയുള്ളവരാക്കും. ഡിസംബറോടുകൂടി ഈ പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുട്ടികളെയും മറ്റു കുട്ടികളോടൊപ്പം എത്തിക്കും എന്നൊക്കെയുള്ള കൃത്യമായ ബെഞ്ച് മാർക്കുകൾ ടൈം ഫ്രെയിം വെച്ചുകൊണ്ടുള്ള ലക്ഷ്യപ്രസ്താവനകൾ കൂടെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പൂർത്തിയായി കാണുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ തയ്യാറാക്കുക. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഒരു ടേബിൾ കൂടി തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ കുറച്ചുകൂടി വ്യക്തതയുള്ളതും കൃത്യതയുള്ളതുമാകും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിനിടയ്ക്ക് 1-2 ഇടക്കാല വിലയിരുത്തലൂടെ നിങ്ങൾ ചെയ്യുന്നത് നിശ്ചയമായും നന്നായിരിക്കും. ആ വിലയിരുത്തലിന് നിങ്ങളുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാം. അതല്ല ഈ പ്രത്യേകം കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടൂളുകൾ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കി അവർക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടും നമുക്ക് ഈ കുട്ടികളുടെ നിലവാര പരിശോധന ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാവണം നിങ്ങളുടെ അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൻ്റെ തയ്യാറെടുപ്പ്. അതിനുവേണ്ടി ഞാൻ ഈ സ്ക്രീനിൽ നേരത്തെ കാണിച്ച സ്ലൈഡുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ നടത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷൻ മൈൽ സ്റ്റോൺസിനെ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ വായിക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, ബേസ് ലൈൻ, അതിൻ്റെ ഡാറ്റ അനാലിസിസ്, ഡാറ്റ വിശകലനം ചെയ്തതിന് ശേഷം മുൻഗണനാക്രമം തീരുമാനിക്കൽ, ആ മുൻഗണനാക്രമം അനുസരിച്ചിട്ടുള്ള ആക്ഷൻ പ്ലാൻ ലക്ഷ്യങ്ങൾ തീരുമാനിക്കൽ, ആക്ഷൻ പ്ലാൻ തയ്യാറാക്കൽ. അതിൽ ആര് എന്തൊക്കെ ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു എന്ന കാര്യം കൂടി സ്റ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പൂർത്തിയാകും. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റൊരു അവസരത്തിൽ കാണാം.